ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നാട്ടിലേക്ക് പോകുന്ന ഒരു കുഞ്ഞൊരു വ്ളോഗാണ്. ഇന്ന് ഡേറ്റ് 25 ഏപ്രിൽ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 8:40 രാത്രിയാണ് നമുക്ക് ഊബർ വിളിച്ചത്. നമ്മൾ ബെർലിനിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോവുകയാണ്, അതും ഫ്ലിക്സ് ബസ്സിൽ. അങ്ങനെ ഏകദേശം ഒരു 1.5 മണിക്കൂറിന് മുൻപേ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തി. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. നമ്മൾ നാട്ടിലേക്കാണല്ലോ, ചൂടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മെയിൻ ജാക്കറ്റൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ മെയിൻ ബാഗിൽ നിന്ന് ഒരു കുക്കിയൊക്കെ എടുത്ത് നമ്മുടെ ബാഗിലിട്ട്. നമ്മൾ ഫുഡൊന്നും എടുത്തിട്ടില്ലായിരുന്നല്ലോ, എങ്ങാനും വിശന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. പക്ഷെ വിശക്കാനായിട്ട് സാധ്യതയില്ല, കാരണം രാത്രിയാണ്. രാവിലെ 26-ാം തീയതി രാവിലെ 5 മണിക്കാണ് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ എത്തുന്നത്. അപ്പോൾ കിടന്ന് ഉറക്കമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഫുഡൊന്നും അങ്ങനെ എടുത്തില്ല. അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ ബാഗിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഏകദേശം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ബസ് വന്നു. അങ്ങനെ നമ്മുടെ ബസ്സൊക്കെ വന്നതിന് ശേഷം നമുക്ക് സീറ്റൊക്കെ ഓൾറെഡി ബുക്ക്ഡ് ആണ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തത് ടേബിൾ അടുത്തായിട്ടുള്ള ഒരു സീറ്റാണ്. അപ്പോൾ നമുക്ക് ഫോൺ വെക്കാനും വെള്ളമൊക്കെ വെക്കാനും ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രാങ്ക്ഫർട്ട് എത്തി ഗായ്സ് 7 മണിക്കൂറിന് ശേഷം. ഒരാൾ തണുപ്പൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ചപ്പൊക്കെ ഇട്ടോട്ടാണ് വന്നേക്കുന്നത്. ഞാനിവിടെ ചെറിയൊരു ജാക്കറ്റ് ഇട്ടിട്ട് എനിക്ക് ഭയങ്കര തണുപ്പുണ്ട്. അപ്പം നമ്മളിവിടെ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്, നമുക്ക് ടെർമിനലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സമയം ഏകദേശം ഒരു 5:30 കഴിഞ്ഞു അല്ലേ? 5:30 കഴിഞ്ഞു ഇപ്പോൾ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിട്ട് നേരെ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ട് ടെർമിനൽ 2 നമുക്ക് പോവേണ്ടത്. നോക്കിയപ്പോൾ നമ്മുടെ ബോർഡിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇല്ല, കാരണം നമുക്ക് 11:15 ഫ്ലൈറ്റ്. അപ്പോൾ D16 ആണ് നമ്മുടെ ഗേറ്റ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊക്കെ പയ്യെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ മക്ഡൊണാൾഡ്സിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് ഓർഡർ ചെയ്തത്. നമ്മുടെ മക്ഡൊണാൾഡ്സിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ബർഗറും പാൻ കേക്കും കോഫിയും പിന്നെ ഒരു റാപ്പും ഓർഡർ ചെയ്തു. റാപ്പ് എങ്ങനെയുണ്ട്? മുട്ടയുണ്ടേ. കാപ്പി ഇല്ലല്ലോ, മധുരമില്ലല്ലോ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലഗേജ് ഒക്കെ കൊടുത്തു വിട്ടു ഗായ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞിട്ട് ഗേറ്റിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ നമ്പർ D16 ആയിരുന്നു ഗേറ്റ് വരുന്നത്. പാവം കാർത്തിനെ ഷൂ ഉരിപ്പിച്ചു ഗൈസ് സെക്യൂരിറ്റി ചെക്കിന്. എനിക്ക് വേണ്ടി വന്നില്ല, കാർത്തിക്ക് വേണ്ടി വന്നു. ഞങ്ങൾ രണ്ടുപേരും ഈ തവണ എത്തിഹാദ് ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നത് കൊച്ചിയിലേക്ക്. ഫ്ലൈറ്റിൽ അങ്ങനെ 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലഞ്ച് വന്നു കേട്ടോ. ഇന്ന് ഞാനും കാർത്തിയും സെയിം ഫുഡാണ് പറഞ്ഞത്. നമുക്ക് മാഷ്ഡ് പൊട്ടറ്റോയും ലാമ്പും പിന്നെ വെജീസും പിന്നെ സലാഡും പിന്നെ ഒരു സ്വീറ്റ് ഐറ്റവും പിന്നെ ഒരു ബ്രെഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു ഫുഡായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു സലാഡ് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കാർത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കം പാസ്സാക്കി.
ഓർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാളികപ്പുറം സിനിമയൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു കേട്ടോ. കുറച്ചേ കണ്ടിട്ടുള്ളൂ, പിന്നെയും ബോറടിച്ച് വീണ്ടും കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് അവർ കോഫിയും ടീയും വാട്ടറൊക്കെ ആയിട്ട് വന്നു കേട്ടോ. ഞാനൊരു കോഫിയും പറഞ്ഞിട്ട് അതും കുടിച്ചിരുന്നു. അങ്ങനെ 6 hours ഫ്ലൈറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അബുദാബിയിലെത്തി കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കൊച്ചിയിലേക്കുള്ള യാത്ര തുടങ്ങും. എത്തിഹാദ് ഫ്ലൈറ്റിൽ തന്നെ ഒരു 4 മണിക്കൂറാണ് ടൈം വരുന്നത്. അങ്ങനെ നമ്മൾ അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറി. ഈ ഫ്ലൈറ്റിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കംഫർട്ടബിലിറ്റി ഒക്കെ കുറവായിരുന്നു കേട്ടോ. സീറ്റ്സ് ആണെങ്കിലും പിന്നെ സ്ക്രീൻ ഉണ്ടായിരുന്നില്ല. നമുക്ക് വല്ല സിനിമ കാണാനാണെങ്കിലും മ്യൂസിക് കേൾക്കാനും സ്ക്രീൻ ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല വിശപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും ലഞ്ച് കഴിച്ചതാണല്ലോ നേരത്തെ. അപ്പോൾ ഡിന്നർ വന്നിട്ട് റൈസ്, ചിക്കൻ കറി, പിന്നെ അവിയൽ പോലത്തെ ഒരു കറിയായിരുന്നു. പിന്നെ സ്വീറ്റായിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു. പിന്നെ സലാഡും ബ്രെഡൊക്കെ തന്നെയായിരുന്നു. പിന്നെ മാംഗോ ജ്യൂസും. അപ്പോൾ അങ്ങനെ നല്ല വിശപ്പുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് തോന്നിയായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ ഫുൾ സലാഡും എല്ലാം ഫുൾ ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും നമ്മുടെ കൊച്ചി എത്തി ഗൈസ്. അതാണ് സത്യം. അപ്പം ഞാൻ കണ്ണു തുറന്നപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് കണ്ടത്. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇത്തവണ ഭയങ്കര ലേറ്റ് ആയിട്ടൊന്നും അല്ല നമ്മുടെ ബാഗ് വന്നത്, പെട്ടെന്ന് തന്നെ കിട്ടി. അങ്ങനെ ബാഗൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. ഇത്തവണ അച്ഛൻ തന്നെയാണ് വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു രാവിലെ 3 മണിയാണ്. 27-ാം തീയതി രാവിലെ 3:10-15 ആയപ്പോഴാണ് നമ്മൾ കൊച്ചിയിലെത്തിയത്. എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഗൈസ് മനസ്സിലായത് എത്രമാത്രം ചൂടാണ് ഇവിടെ എന്നുള്ളത്. ഭയങ്കരമായിട്ട് ചൂട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഇറങ്ങിയപ്പോൾ തന്നെ. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏകദേശം ഒരു 4:30 ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ പിന്നെ ഭയങ്കര ടയേർഡായതുകൊണ്ട് നമ്മൾ നേരത്തെ കയറി കിടന്നു. ഇവിടെ ഒരാളുണ്ട്. ഇത്രേ ഉള്ളൂ ഞങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ഈ കൊച്ചി വ്ളോഗ് കാര്യങ്ങളൊക്കെ ആയിരിക്കും.